ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രോക്ക് ടൈപ്പിൽ, അതായത് സാരി വെച്ചിട്ട്, സാരിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രോക്ക് ടൈപ്പിൽ ഉള്ള ഒരു ടോപ്പാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിഫോണിൻ്റെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രില്ലായിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രോക്ക് ആ ഒരു ടൈപ്പിലാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചേച്ചിയുടെ മോൾക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഞാൻ ആദ്യം എൻ്റെ കയ്യിലൊരു സാരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട്, അതും ഷിഫോണിൻ്റെ ആയിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഒരു ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കും കൂടെ തയ്ച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഗ്യാരൻ്റി ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിപ്പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ സാരി പോയാലും കുഴപ്പമില്ല എന്ന്, അങ്ങനെ പഴയ ഒരു സാരിയാണ് വേണം തരാൻ. ആദ്യമായിട്ട് പുറത്ത് തയ്ച്ചു കൊടുക്കുന്നതുകൊണ്ടിന് എനിക്കൊരു ടെൻഷനുണ്ട്. കാരണം എന്തെങ്കിലും ഇതൊക്കെ വന്ന് നമുക്ക് തയ്ക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നല്ല സാരിയിൽ അത് സാരി വേസ്റ്റ് ആവത്തില്ല, അപ്പം വിഷമം തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കും, പഴയൊരു സാരി വേണം തരാനെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു സാരിയിൽ കുറച്ച് ഭാഗത്തൊക്കെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ കൃത്യമായ ആളുടെ അളവൊന്നും എടുത്തിട്ടല്ല തയ്ക്കുന്നത്, കാരണം എനിക്കങ്ങനെ അളവെടുത്ത് തയ്ക്കാനൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ എനിക്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ടോപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആൾ എന്നെക്കാളും ഇച്ചിരി കൂടെ വണ്ണം ഉള്ളതായതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൽ ഇച്ചിരി നല്ല വണ്ണമുള്ള ഒരു ടോപ്പ് എടുത്തിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. സാധാരണ നമ്മൾ ബാക്ക് നാലായിട്ട് തുണി ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്ക് കഴുത്തല്ലേ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്, കഴുത്ത് പിന്നെ കൈയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണമുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ ഫസ്റ്റ് ബാക്ക് ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ആദ്യം ബാക്ക് വശത്തെ കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ലൈനിങ് കൂടെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് പിന്നീട് വെച്ച് ലൈനിങ് ഒക്കെ വെച്ച് വെട്ടിയെടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. കാരണം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് തയ്ച്ചെടുക്കുന്നതും. ഞാൻ ഒരു തുണി എടുത്ത് വെച്ചിട്ട് പല ഐഡിയ പല നേരത്ത് തോന്നിയിട്ട് ഒന്നുകിൽ തയ്ച്ച് വൃത്തിയായിട്ട് കിട്ടില്ലെങ്കിൽ കുളവോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ സ്ലീവും പിന്നെ ചെസ്റ്റ് പോർഷനിൽ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ലൈനിങ്ങും താഴോട്ടുള്ള ബോട്ടം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് ചെസ്റ്റ് പോർഷന് വേണ്ടിയിട്ട് 2 ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇത് താഴോട്ട് ഇങ്ങനെ സാരിയുടെ കിടക്കുന്ന ഭാഗമാണ്. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം, അപ്പം ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ആലിലയുടെ ആ ഒരു കട്ടാണ് ഞാനിങ്ങനെ കഴുത്തിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് തുണി ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഈ കാണിക്കുന്ന ഒരു സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ദേ ഒരു ഭാഗം ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തു. അപ്പം വെറുതെ പ്ലെയിൻ ആയിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തത്. പിന്നെ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് തയ്ക്കുന്നത്. പഫ് സ്ലീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞൊറിയെടുത്തൊന്നും തയ്ക്കാൻ അറിയില്ല. ഞാൻ ഈ ഒരു താഴോട്ട് വരുന്ന ഭാഗമില്ലേ, അവിടെ മാത്രം കൈയുടെ ആ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ എലാസ്റ്റിക് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. പിന്നെ ഇതിൽ അടിയിലുള്ള ലൈനിങ് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്, അതും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് ആ താഴോട്ടുള്ള ഭാഗം ഇതുപോലെ ഞൊറി പോലെ തയ്ച്ചെടുത്തിട്ടാണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് താഴോട്ടുള്ള ബോട്ടം സൈഡ് ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ചുരിദാർ ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്ത് ജോയിൻറ്റ് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വൃത്തിയുടെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധാരണ നൂലും സൂചിയൊക്കെ വെച്ചിട്ട് ടസൽസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീല കളർ നൂലാണ് എടുത്തിട്ടുള്ളത്, സ്കൈ ബ്ലൂ കളർ. ഈ ഒരു നൂലാണ് ഞാൻ സ്റ്റിച്ചിങ്ങിന് ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണോണ്ട് എവിടെയൊക്കെ വെക്കണമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു ടസൽസ് ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ച് വെച്ച് കൊടുക്കാമെന്ന്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അതൊരു ഭംഗിയില്ല. അങ്ങനെ ഞാൻ 1-2 ചെയ്ത് നോക്കി. പിന്നെ അത് ഇളക്കി മാറ്റിയിട്ടാണ് ഞാൻ വലിയ കുറച്ച് ടസൽസും വലിയ മുത്തുമൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇത് സാധാരണ സ്വിങ് ത്രെഡാണ്, അല്ലാണ്ട് മറ്റേ സിൽക്ക് ത്രെഡൊന്നുമല്ല. സിൽക്ക് ത്രെഡൊന്നും എൻ്റെ കയ്യിൽ ഈ ഒരു കളറില്ല. ഞാനിത് പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോൾ ചെയ്തൊരു വർക്കാണ്. മാത്രമല്ല 5, 6, 7, 8 ദിവസം കുറേ ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഒരു 8 മന്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി തയ്ക്കാമോ എന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നാത്തത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്
ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഒന്ന് ദേ ഇതുപോലെ വലിയൊരു മുത്തൊക്കെ വെച്ചിട്ടാണ് കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ കുഞ്ഞ് ടെസൽസ് ഉണ്ടാക്കിയിട്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുത്തത് മിസ്സായി പോയതാണ്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തിൽ. അങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ദേ ഇതുപോലെ ഇവിടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ആദ്യം ഒരു 3 ടസൽസാണ് ഞാൻ ഇതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ആ ഭാഗത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടസൽസ് ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല. അപ്പോൾ കാണുന്നവർക്ക് തന്നെ അറിയാം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം, മറന്നു പോകരുത്. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ ആരും മടിക്കുകയും ചെയ്യരുത്, മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക്